നേരത്തെ സമസ്തയ്ക്കകത്ത് വളരെ നേരത്തെ വലിയ പ്രശ്നങ്ങളുണ്ടായി. 1989 സുന്നി യുവജന സംഘം എറണാകുളത്തൊരു സമ്മേളനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി ആ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആളുകളോട് ആഹ്വാനം ചെയ്തു. അത്തരത്തിലുള്ള പരസ്യമായ ഇടപെടൽ സമസ്തയുടെ ഭിന്നിപ്പിന് കാരണമായി. പക്ഷേ ചരിത്രത്തിൽ നിന്ന് മുസ്ലിം ലീഗ് ഒരു പാഠവും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിരന്തരമായി ഞങ്ങൾ ഉൾപ്പെടെ സാമാന്യ സമൂഹമൊക്കെ പറയാറുള്ളത് മുസ്ലിം ലീഗ് സമസ്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന്. പക്ഷേ അഹമ്മദ് ദേവർകോവിൽ ഇപ്പോൾ സംസ്ഥയും ലീഗും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ്, അത് തുടരണം. ഛിദ്രശക്തികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഛിദ്രശക്തികൾ ആരാണ് എന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്ന ഉടനെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സൈബർ പോരാളികൾ അത് ആഘോഷിക്കുകയും അവരുടെ സമസ്തക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ അനുബന്ധ ഭാഗമായി അതിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ പിന്നിൽ മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുന്തമുനകൾ ഞങ്ങൾക്ക് നേരെ തിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് വിവാദമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദമായപ്പോൾ ബഹുമാനപ്പെട്ടത് ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ്, മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെയാണ് ഈ വിഷയത്തെ നേരിട്ട് അന്വേഷിച്ചത്. KM ഷാജി, MK മുനീർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായി ബന്ധപ്പെട്ട് അവർക്ക് ബോധ്യമായ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പങ്കുവച്ചത്. അല്ലാതെ ആരെങ്കിലും എഴുതി കൊടുത്ത ഒരു വ്യാജാരോപണത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയായിരുന്നില്ല. അഹമ്മദ് ദേവർകോവിലും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി കാസിമീർ ഖൂറും പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ കളവാണ്. ഒന്നുകൂടി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്, മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഒന്നിലേറെ തവണ പറഞ്ഞതാണ്, അവിശുദ്ധമായ ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട്. വഞ്ചനാപരമായ ഒരു അന്തർധാര, അവിശുദ്ധ ബന്ധം ഇപ്പറയുന്ന വ്യക്തികളും മുസ്ലിം ലീഗും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു INL പാർട്ടിയിൽ പിളർപ്പുണ്ടായത്. അനവധി ആളുകൾ തുടക്കകാലം തൊട്ടേ ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച അനവധി ആളുകൾ, ശക്തമായ വളരെ കൃത്യമായ ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന അനവധി ആളുകൾ പാർട്ടിയിൽ നിന്ന് തുടർച്ചയായി പരമ്പര എന്നോണം പുറത്താക്കപ്പെട്ടു. INL എന്ന പാർട്ടിയുടെ 80% പ്രവർത്തകരും ഇന്ന് ആ നേതാക്കളോടൊപ്പമല്ല. നാഷണൽ ലീഗ് എന്ന രീതിയിൽ അവർ ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അഹമ്മദ് ദേവർകോവിൽ പറയുന്ന ഇത് വ്യാജാരോപണമല്ല, വസ്തുതാപരമാണ് എന്ന് മാത്രമല്ല, ഒന്നുകൂടി അനുബന്ധമായി കൂട്ടിച്ചേർക്കുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 20 മലപ്പുറത്ത് പ്രസ് ഹാളിൽ അഹമ്മദ് ദേവർകോവിലിനോടൊപ്പം ഉണ്ടായിരുന്ന കുറേ നേതാക്കൾ ഒരു പത്രസമ്മേളനം നടത്തി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 20 മലപ്പുറത്ത്. ആ പത്രസമ്മേളനത്തിൽ അവർ ഉന്നയിച്ചത് അഹമ്മദ് ദേവർകോവിലും മുസ്ലിം ലീഗുമായി അവിശുദ്ധമായ ഒരാത്മബന്ധമുണ്ട്. അത് സഹിച്ച് അതിനോട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ 200ഓളം പേർ INLൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് പ്രഖ്യാപിച്ചു. അപ്പോൾ ആരെങ്കിലും സൃഷ്ടിച്ച ഒരു വ്യാജാരോപണമല്ല, ഇത് വഞ്ചനാത്മകമായ ഒരു അന്തർധാരയുടെ വെളിപ്പെടലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അനാവശ്യമായി, അകാരണമായി ഞങ്ങളുടെ മേക്കെട്ട് കയറരുത് എന്നാണ്
ഈ പ്രസ്താവന ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചവരോട് ഞങ്ങൾക്ക് പറയാനുണ്ട്.